ഹലോ ഫ്രണ്ട്സ്, അങ്കിൾസ് കിച്ചണിലേക്ക് നിങ്ങളെ ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് കൊഞ്ച് ബിരിയാണിയാണ്. കൊഞ്ച് ബിരിയാണി അതിനിവിടെ ഒരു 6 കിലോ കൊഞ്ച് എടുത്തിട്ടുണ്ട്. 6 കിലോ, അത് വലിയ കൊഞ്ചാണ്, തീരെ ചെറുതല്ല. ഇത്തിരി വലിയ കൊഞ്ചായതുകൊണ്ട് അത് പൊളിക്കാനേ കുറച്ച് എളുപ്പമായിരിക്കും. ആദ്യം നമുക്ക് ഈ കൊഞ്ചൊന്ന് വൃത്തിയാക്കാം. അതിൻ്റെ തോടും മറ്റു കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കിയെടുക്കാം. ചെമ്മീൻ ബിരിയാണി വയ്ക്കാൻ വേണ്ടി നമ്മൾ കൊഞ്ച് നന്നായി വൃത്തിയാക്കി തോടെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയായി കഴുകി അതിൻ്റെ എല്ലാ അഴുക്കും കളഞ്ഞിട്ടുണ്ട്. അഴുക്ക് ഇരിക്കുന്ന സ്ഥലം ഇങ്ങനെ നെടുകെ കയറി എല്ലാം കളഞ്ഞിട്ടുണ്ട്. നല്ല വൃത്തിയാക്കി വെച്ചതാണ്. ആദ്യമേ ഇതൊന്ന് വറുത്തെടുക്കണം. ആദ്യം ഇത് മസാല ഇട്ട് മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്തിട്ട് ഒരു മണിക്കൂറോ 1.5 മണിക്കൂറോ കഴിഞ്ഞ ശേഷം ഇത് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുക. ആദ്യം നമുക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം, 1 ടീസ്പൂൺ മുളക് പൊടി. ഇത് ഇഞ്ചി പേസ്റ്റാണ്. വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. കുരുമുളക് പൊടി 2 ടീസ്പൂൺ. ആവശ്യത്തിന് ഉപ്പ്. നമുക്കതെല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. മസാല എല്ലാത്തിലും പിടിക്കണം. 1.5 മണിക്കൂർ നമ്മളത് വെറുതെ വെച്ചേക്കണം. ഇത് മാരിനേറ്റ് ചെയ്ത് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്തിട്ട് 1.5 മണിക്കൂർ മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ചെമ്മീൻ ബിരിയാണി വയ്ക്കാനായിട്ട് തുടങ്ങിയാണ്. അത് ചട്ടി വെച്ച് നമുക്ക് ആദ്യം എണ്ണ ഒഴിക്കാം. ഏകദേശം 1 ലിറ്റർ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യമായിട്ട് ഈ ഉള്ളി ചെറുതായി അരിഞ്ഞു വെച്ചത് ബിരിയാണിക്ക് ഇടാൻ വേണ്ടിയാണ്. അത് നമുക്കൊന്ന് മുരിച്ചെടുക്കണം. ആദ്യം അത് മുരിച്ചെടുത്തിട്ട് ആ എണ്ണയിൽ തന്നെ നമുക്ക് മീൻ വറുത്തെടുക്കാം. ചെമ്മീൻ സവാള മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് ബിരിയാണിക്ക് വേണ്ടിയാണ്, ബിരിയാണി ചോറിലിടാൻ വേണ്ടിയാണ്. നമുക്ക് ഈ എണ്ണയിൽ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്തെടുക്കാം. ആദ്യം അണ്ടിപ്പരിപ്പിടാം. ഇതിലേക്ക് ഇനി മുന്തിരി ഇടാം. മുന്തിരി മൂത്ത് കഴിഞ്ഞ് അത് പാത്രത്തിൽ നിന്ന് മാറ്റാം. ഈ തിളച്ച എണ്ണയ്ക്കകത്ത് കൊഞ്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന എടുത്തിട്ടിട്ട് അത് നന്നായിട്ട് വറുത്തെടുക്കാം. നമ്മളിത് ആദ്യം ഇട്ടത് വറുത്ത് മൂത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കോരിയിട്ടാണ് നമുക്ക് അടുത്തിടാം. നമ്മൾ 3 പോർഷനായിട്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. ഒരുമിച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമുക്ക് രണ്ടാമത്തെ ഒരു പോർഷൻ ഇടാം. കൊഞ്ച് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് കൂട്ടാൻ വേണ്ടി നമുക്ക് ചീനിച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് മസാല കൂട്ടുണ്ടാക്കണം. എണ്ണ തിളച്ച ശേഷം കറിവേപ്പിലയിട്ട് സവാള ചെറുത് അരിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. അതിൻ്റെ കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, മല്ലിയില, വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്, കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടുള്ളൂ. അത് അവസാനം ടേസ്റ്റ് നോക്കുമ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ ബാക്കി ചേർക്കാം. തക്കാളി ഒരു 3 എണ്ണം. കുരുമുളക് പൊടി 2 ടീസ്പൂൺ. മുളക് പൊടി ഒരു ചെറിയ സ്പൂൺ. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. മല്ലിപ്പൊടി 1 ടീസ്പൂൺ. കറി മസാല, ഇച്ചിരിയുടെ ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ചിട്ട് കൊടുക്കാം.
നമുക്കിനി നന്നായിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്യാം. മസാല എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഇറക്കി വയ്ക്കാം. നമുക്കിനി റൈസ് ചെയ്യാം. അത് നമുക്ക് 2 കിലോ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. 2 കിലോ കൈമ റൈസിന് 4 ലിറ്റർ വെള്ളം എടുത്തൊഴിക്കാം. ആദ്യം നമുക്ക് വെള്ളം ചൂടാക്കാം. വെള്ളം ഒന്ന് ചൂടായപ്പോൾ നമ്മളതിലേക്ക് കറുകപ്പട്ട, ജീരകം, ഗ്രാമ്പു, ഏലക്ക എന്നിവ ഇട്ട് കൊടുക്കണം. ആ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കണം, കൂടിപ്പോകരുത്. ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഒരു അല്പം ഒന്ന് കൂടി നിൽക്കണം. എന്നാലേ റൈസിന് ഫുള്ളായി പിടിച്ച് കിട്ടുള്ളൂ. അത് ഇനി വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കാനായിട്ട് പാത്രം വെച്ച് മൂടി വയ്ക്കാം. വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 കിലോ അരി ഇടാം. അരി നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. എന്നിട്ട് അതിനെ നമുക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കിയ ശേഷം പാത്രം കൊണ്ട് മൂടി വയ്ക്കാം. 10 മിനിറ്റ് മൂടി വയ്ക്കാം. 10 മിനിറ്റ് കഴിയുമ്പോൾ അത് വീണ്ടും അതിൻ്റെ അടപ്പ് മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാതെ നോക്കുക. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കൂടെ അടച്ചു വെച്ചിട്ട് വീണ്ടും എടുത്ത് അതിൽ നെയ്യ് ഒഴിക്കുക. നെയ്യ് 250 ഗ്രാം നെയ്യ് ഒഴിക്കണം. 2 കിലോ റൈസാണ് ഇട്ടുള്ളത്. അതുകൊണ്ടാണ് 250 ഗ്രാം നെയ്യ് അതിനകത്ത് ചേർക്കുന്നത്. ഇപ്പം നമ്മുടെ റൈസ് ഏകദേശം വെന്ത് കഴിഞ്ഞു. ഒരു 3/4 വേഗം ആയാൽ മതി. നമ്മൾ ഡം ചെയ്തെടുക്കുമ്പോൾ ബാക്കി കൂടെ അത് നന്നായിട്ട് വെന്തോളും. നമുക്കിതിന് ഡം ചെയ്യണം. അതിനു വേണ്ടി ഇതിൻ്റെ റൈസ് കുറേ മാറ്റി വയ്ക്കണം. മാറ്റി വെച്ച ശേഷം ചെറിയ ലെയർ കൊഞ്ചിൻ്റെ മസാല എടുത്തിടുക. ഒരു ലെയർ കൊഞ്ചിൻ്റെ മസാല റൈസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും റൈസ് ഇടുക. റൈസ് ഇട്ടിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി മുതലായവ ഇട്ട് കൊടുക്കുക. കൂടെ മല്ലിയില. വീണ്ടും നമുക്ക് അതിലേക്ക് ഒരു ലെയർ റൈസ് ഇടുക. ഇട്ട ശേഷം വീണ്ടും മസാല ഇടുക, കൊഞ്ചിൻ്റെ മസാല. അതിലേക്ക് വീണ്ടും നമ്മൾ മല്ലിയില, അണ്ടിപ്പരിപ്പ്, മുന്തിരി വറുത്തത്, സവാള മൂപ്പിച്ചത് അതുകൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് ടൈറ്റാക്കി അടച്ചു വയ്ക്കുക. അത് എയർ വെളി പോകാത്ത രീതിയിൽ നമ്മൾ മുകളിലൊരു വെയിറ്റുള്ള സാധനം എടുത്ത് വെച്ച് പ്രസ് ചെയ്ത് ദം ചെയ്തെടുക്കണം. ദം ചെയ്യാൻ വലിയ നേരം വേണ്ട. അതിനുശേഷം ഒരു 10 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഡം ഓപ്പൺ ചെയ്യാം. അതിപ്പോൾ തന്നെ നല്ല മണവും വരുന്നുണ്ട്. ഇനി നമുക്ക് ഒന്ന് തണുത്ത ശേഷം മറ്റു പാത്രങ്ങളിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചിട്ട് തണുത്ത ശേഷം ഉപയോഗിക്കാം. നല്ല രുചികരമായ ചെമ്മീൻ ബിരിയാണിയാണ് വെച്ചിരിക്കുന്നത്. എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. നല്ലപോലെ വെന്ത കൈമ റൈസാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.